ഹലോ എവരിബഡി, സുനിൽസ് ലേണിംഗ് വെഞ്ചർ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ നമ്മൾ എക്സലിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് പെർസെൻറ്റേജിനെ കുറിച്ചാണ്. എങ്ങനെ നിങ്ങൾക്ക് എക്സലിൽ പെർസെൻറ്റേജുകൾ കാണാമെന്ന്. പെർസെൻറ്റേജിനായിട്ട് പ്രത്യേക ഒരു ഫങ്ഷനോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യണത് അത് നമ്മൾ ഡയറക്റ്റായിട്ട് എക്സലിൽ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോനെക്കുറിച്ചുള്ള കമൻസ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിന്ന് പെർസെൻറ്റേജിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. അപ്പോൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് ഡാറ്റാസ്, കുറച്ച് സ്കൂളിൻ്റെ ഡാറ്റാസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. കുട്ടികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് സബ്ജക്ട്സ്, ആ സബ്ജക്ട്സിൻ്റെ മാർക്സുകളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, പെർസെൻറ്റേജ് കാണാൻ ആദ്യം നമ്മൾ ടോട്ടൽ കാണണം. ടോട്ടൽ കണ്ടിട്ട് അതിൻ്റെ കൂടെ നമ്പർ ഓഫ് സബ്ജക്ട്സിൻ്റെ മാക്സിമം മാർക്കാണ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് കാണുക എന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം നമുക്ക് ടോട്ടൽ കാണാം. ടോട്ടൽ കാണാനായിട്ട് നമുക്കറിയാം, ഇവിടെ ക്ലിക്ക് ചെയ്ത് എവിടെയാണോ റിസൾട്ട് കിട്ടേണ്ടതെന്ന് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതെവിടെ ഓട്ടോ സം ഉണ്ട് കണ്ട, ക്ലിക്ക് ചെയ്യുക. കണ്ട, യെസ് ഈസിക്കൽ ടു സം അവിടെ കണ്ടു. ആ സെൽ റേഞ്ച് ഇവിടെ കാണാം നമുക്ക്. B4 മുതൽ G4 വരെ കണ്ട, B4 മുതൽ G4 വരെ ആണ്. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു കുട്ടിയുടെ, സുരേഷ് എന്ന് പറഞ്ഞ കുട്ടിയുടെ ടോട്ടൽ മാർക്സ് എല്ലാ വിഷയത്തിനും 6 വിഷയമുണ്ട്. 6 വിഷയമുണ്ട്. 6 വിഷയത്തിൻ്റെ ടോട്ടൽ മാർക്സ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി അത് നമുക്ക് താഴോട്ട്, അറിയാലോ, താഴോട്ട് ഡ്രാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ എല്ലാ കുട്ടികളുടെയും ടോട്ടൽ മാർക്സ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കാണാൻ, അപ്പോൾ നമുക്കറിയാം പെർസെൻറ്റേജ് കാണുക എന്നതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ ടോട്ടൽ മാർക്സ് ഡിവൈഡ് ബൈ, ഇപ്പോൾ ഇവിടെ എത്ര സബ്ജക്ട്സ് ഉണ്ട്? 6 സബ്ജക്ട്സ് ഉണ്ട്, ബൈ 600. അതാണ് നമ്മൾ ആ പെർസെൻറ്റേജ് കാണാനായിട്ട് നമ്മൾ കാണുന്നത്. പെർസെൻറ്റേജ് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഫോർമുല അതാണ്. അതായത് ടോട്ടൽ മാർക്സ് ഡിവൈഡഡ് ബൈ മാക്സിമം മാർക്സ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ്, എന്നിട്ട് ഇൻറ്റു 100 കൊടുക്കുക. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് അതേ മെത്തേഡ് തന്നെയാണ്. നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്കറിയാം, എല്ലാ ഫോർമുലാസും തുടങ്ങണേക്കാളും മുമ്പ് നമ്മൾക്ക് എന്താ ചെയ്യേണ്ടത്? ഈക്വൽ ടു സിമ്പിൾ ഇടുക. ഈക്വൽ ടു സിമ്പിൾ ഇടുമ്പോൾ ഇട്ട ശേഷം നമ്മൾക്ക് ടോട്ടൽ മാർക്ക് ഉള്ള സെല്ലിൻ്റെ അഡ്രസ്സ് നമുക്ക് കൊടുക്കണം. അപ്പോൾ എന്താണ് ടോട്ടൽ മാർക്കിൻ്റെ സെല്ലിൻ്റെ അഡ്രസ്സ്? H4 ആണ്. അപ്പോൾ ഈക്വൽ ടു എടുത്ത ശേഷം അത് ക്ലിക്ക് ചെയ്യുക. കണ്ട, ആ സെൽ അഡ്രസ്സ് ക്ലിക്ക് ചെയ്യുക. ഇനി എന്താണ്? ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്സ് എത്രയാണ്? 600. 6 വിഷയത്തിന് 100 മാർക്ക് വെച്ചിട്ട് 600. എന്നിട്ട് നമ്മൾ പെർസെൻറ്റേജ് ഇൻറ്റു 100 കൂടി കൊടുത്താലാണ് പെർസെൻറ്റേജ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ടോട്ടൽ മാർക്സ് ഡിവൈഡ് ബൈ 600 കൊടുത്തിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എന്തിവിടെ കാണാം? 0.63 എന്ന് കാണാം. ഇത് നമുക്ക് പെർസെൻറ്റേജ് ഫോർമാറ്റിൽ കിട്ടാനായിട്ട് ഇവിടെ നിങ്ങൾ ഈ നമ്പർ എന്ന് പറഞ്ഞ സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ പെർസെൻറ്റേജ് സ്റ്റൈൽ അവിടെ ഉണ്ട്. അതായത് കൺട്രോൾ ഷിഫ്റ്റും പെർസെൻറ്റേജും കൂടി കീബോർഡിൽ കൂടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പെർസെൻറ്റേജ് ഫോർമാറ്റിൽ നമുക്ക് കിട്ടും. ഒന്നുകിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പർ സെക്ഷൻ നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ നമ്പർ എന്ന് കാണാം. അവിടെ കണ്ട ഒരു ആരോ കീസ് ഉള്ള ഒരു സെക്ഷൻ ഇവിടെ കാണാം, നമ്പർ എന്ന് പറഞ്ഞിട്ട്.
അതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ പെർസെൻറ്റേജ് എന്ന് കൊടുക്കാം. കണ്ട, ഇവിടെ പെർസെൻറ്റേജ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ 6.3 എന്നാണ് കാണുന്നത്. ഇവിടെ ആ 6.3 എന്നുള്ളത് ഇവിടെ കാണാം. കണ്ട, 63.33% ഫോർമാറ്റിൽ കിട്ടും നമുക്ക് ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. ഇപ്പം നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആദ്യം 63.33 നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്തപ്പോൾ 63% കണ്ടു. അത് നമുക്ക് ഇപ്പോൾ 2 ഡിജിറ്റിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പണ്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഡെസിമൽസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ഡിജിറ്റൽ ഡെസിമൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡെസിമൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഒറ്റ ഡെസിമൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ 2 ഡെസിമൽ കൊടുക്കാം. മനസ്സിലായോ? അപ്പോൾ എന്താണ്, ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. ഈക്വൽ ടു കൊടുക്കുക. ഈക്വൽ ടു സിമ്പിൾ, അതായത് ഫോർമുലയാണെന്ന് കാണിക്കാൻ വേണ്ടി. എന്നിട്ട് ഈ സെൽ അഡ്രസ്സ് പറയാം, ടോട്ടലിൻ്റെ സെൽ അഡ്രസ്സ് പറയാം. എന്നിട്ട് ഡിവൈഡഡ് ബൈ എന്നറിയാം. നമ്മൾ നേരത്തെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിവിഷണൽ ക്ലാസ്സിൽ ഞാൻ ഡിവൈഡിനെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ സ്ലാഷ് ആണ് കൊടുക്കുന്നതെന്ന്. ഡിവൈഡിന് സ്ലാഷ് കൊടുക്കുക. എന്നിട്ട് മാക്സിമം മാർക്ക് 6 സബ്ജക്റ്റാണ്. 100ൽ ഓരോ വിഷയത്തിന് 100ൽ വെച്ചിട്ട് 100 ആണ് ടോട്ടൽ മാർക്സ്. അത് അപ്പോൾ 6 വിഷയത്തിന് 600 മാർക്സ്. 600 കൊടുക്കുക, എൻ്റർ ചെയ്യുക. കണ്ട, 0.65 എന്ന് പറഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ പെർസെൻറ്റേജ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് ഫോർമാറ്റിൽ കിട്ടി. ഡെസിമൽ ചിലപ്പോൾ 2 ഡെസിമലിൽ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡെസിമലിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഡെസിമൽ കിട്ടണമെന്നുണ്ടെങ്കിൽ പോയിൻ്റ് കഴിഞ്ഞിട്ട് 2 ഡിജിറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് കണ്ട, നേരത്തെ 65 ആണ്. റൗണ്ട് ചെയ്തിട്ടാണ് റൗണ്ട് ചെയ്തിട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. 1 ഡിജിറ്റിലാകുമ്പോൾ റൗണ്ട് ചെയ്തിട്ടാണ് വരുന്നത് 65%. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ആ ഡെസിമൽ പോയിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2 ഡിജിറ്റ് ഡെസിമൽ പോയിൻ്റ് കിട്ടുക കറക്റ്റായിട്ടുള്ള പെർസെൻറ്റേജ് നമുക്ക് കിട്ടും, 64.50 എന്നുള്ളത്. അപ്പോൾ ഇനി അറിയാലോ, ഈ ഫോർമുല അങ്ങോട്ട് താഴോട്ട് കോപ്പി ചെയ്താൽ മതി. കണ്ട, താഴോട്ട് കോപ്പി ചെയ്തുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ് നമുക്ക് കിട്ടും. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് പെർസെൻറ്റേജുകൾ കാണാം. അപ്പോൾ ഏത് രീതിയിലാണോ നമുക്ക് പെർസെൻറ്റേജ് കിട്ടുന്ന ആ ഫോർമുല അങ്ങോട്ട് അപ്ലൈ ചെയ്താൽ മതി. ഇങ്ങനെ കുട്ടികളുടെ മാർക്കിൻ്റെ പെർസെൻറ്റേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സ്കൂളിലെ കുട്ടികളുടെ മാർക്സിൻ്റെ പെർസെൻറ്റേജ് കാണാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതായത് ഒരു വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്, റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 2021 എല്ലാ മാസവും 15,000 രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെ 15,000 വെച്ചിട്ട് ഓരോ മാസം കൊടുക്കുകയാണ് 2021. ഇനി നമുക്ക് 2022, 2023, 2024 ഓരോ വർഷവും 5% വെച്ച് ഇൻക്രീസ് ഉണ്ടാവും. അപ്പോൾ ഓരോ വർഷവും എത്ര റെൻറ്റ് കൊടുക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ പെർസെൻറ്റേജ് എങ്ങനെയാണ് ആ കാൽക്കുലേഷൻ വരുന്നത്, അതാണ്ട് ആ മെത്തേഡിലാണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, 2022 15,000 5% ആണ് 2022 എല്ലാ മാസവും കൊടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഈക്വൽ ടു എടുക്കുക. ഈക്വൽ ടു എടുത്തിട്ട് ഏതിൻ്റെയാണ് നമുക്ക് 5% കാണേണ്ടത്? ഇതിൻ്റെ 5% ആണ് കാണേണ്ടത്. അതായത് ഈ സെൽ അഡ്രസ്സിൻ്റെ 5% നമുക്ക് കാണണം. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇൻറ്റു 5% കണ്ടാ, 5% കണ്ടാ, പെർസെൻറ്റേജ് ബട്ടൺ നമുക്ക് കീബോർഡിൽ കൂടെ തന്നെ കൊടുക്കാം. എന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഇത്രയും വെച്ച് നിർത്തുമ്പോൾ നമുക്ക് ഈ 15,000-ൻ്റെ 5% ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ എന്തും കൂടി കൂട്ടണം, ആ 15,000 കൂടി കൂട്ടണം. മനസ്സിലായ? എന്നാലാണ് എത്ര റെൻറ്റ് കൊടുക്കണം എന്നുള്ളത് നമുക്ക് കിട്ടുകയുള്ളൂ. 15,000 ഇൻറ്റു 5% കൊടുത്തിട്ട് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് 15,000 5% കിട്ടുള്ളൂ. ടോട്ടൽ റെൻറ്റ് എത്ര കൊടുക്കണം എന്നുള്ളത് നമുക്ക് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് കൂടി കൊടുക്കണം, പ്ലസ് സിമ്പിൾ
കൊടുക്കുക. പ്ലസ് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഈ 15,000ൻ്റെ ഈ സെൽ അഡ്രസ്സും കൂടിയാണ്ട് ഒന്നും കൂടിയും ക്ലിക്ക് ചെയ്താൽ മതി. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ട, അപ്പോൾ 2022 എല്ലാ മാസവും അയാൾ കൊടുക്കേണ്ട വാടക എന്ന് പറയുന്നത് 15,750 ആണ് നമ്മുടെ 15,000ൻ്റെ 5% എന്ന് പറയുന്നത്. കണ്ട, അങ്ങനെ നമുക്ക് ആ 5% നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ റെൻ്റ് എങ്ങനെ എത്ര കൊടുക്കണം എന്നുള്ളത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി അടുത്തത് 2023 എന്തായിരിക്കും, മുന്നത്തെ വർഷത്തെ 5% ആയിരിക്കും നമ്മൾ അയാൾ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നേരത്തെ പോലെ തന്നെ ഈക്വൽ ടു കൊടുക്കുക, ഈ സെൽ അഡ്രസ്സ് പറയുക, ഇതിൻ്റെ 5% ആണ് കൊടുക്കേണ്ടത്. ഈ 2022 കൊടുത്ത റെൻറ്റിൻ്റെ 5% കൊടുക്കേണ്ടത്. ഇത് ക്ലിക്ക് ചെയ്യുക, ഇൻറ്റു സ്റ്റാർ ഇടുക, 5% കൊടുക്കുക, ആഡ് ചെയ്യുക, ആ സെല്ലിൻ്റെ അഡ്രസ്സ് ഒന്നും കൂടിയും പറയുക. അപ്പോൾ കാരണം ഈ എമൗണ്ടും കൂടി ആഡ് ചെയ്യണം നമുക്ക്. ക്ലിക്ക് ചെയ്യുക. കണ്ട, അപ്പോൾ ഇത്രയാണ് കൊടുക്കേണ്ടത്. ഒരു സ്ഥലത്ത് ഇതാണ് 2023 പുള്ളി കൊടുക്കേണ്ട എമൗണ്ട്. അങ്ങനെ നമുക്ക് എല്ലാം നമുക്ക് കാണാം. ഈക്വൽ ടു സെൽ അഡ്രസ് ഇൻറ്റു 5% പ്ലസ് ആ സെൽ അഡ്രസ് തന്നെ എൻ്റർ ചെയ്യുക. ഈക്വൽ ടു ഈ സെൽ അഡ്രസ് ഇൻറ്റു 5% പ്ലസ് ഈ സെൽ അഡ്രസ് വീണ്ടും എൻ്റർ ചെയ്യുക. കണ്ട, അപ്പോൾ 2025 വരെ എത്രയാണ് റെൻറ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. 5% വെച്ച് ഇൻക്രീസ് ചെയ്തിട്ടുള്ള ആ എമൗണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പെർസെൻറ്റേജ് കാണുന്നത്. അപ്പോൾ ഏതിൻ്റെയാണ്, ഇപ്പം ഒരു കമ്പനിയുടെ ഒരു സെയിൽസിൻ്റെ ഒരു ഓരോ ഇയർലിയും എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് കാണണമെന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണോ കാണുന്നുണ്ടെങ്കിൽ അതാണ്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ പെർസെൻറ്റേജ് കാണാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഇവിടെ കണ്ടു, ഈ പിള്ളേർ മാർക്കുകൾ കണ്ടു, പെർസെൻറ്റേജ് കണ്ടു. അപ്പം നമുക്ക് ഇതിൽ തന്നെ ഇടയ്ക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഓട്ടോമാറ്റിക്കൽ നിങ്ങൾക്കറിയാം. ഞാനത് ജസ്റ്റ് ഒന്നും കൂടി പറയണമെന്നുള്ളൂ. ഇപ്പോൾ ഈ 98 ഈ കുട്ടിയുടെ മാത്സിൻ്റെ 98 മാർക്ക് ഒന്ന് ഡിഫറൻസ് വരുത്തുകയാണ്. ഇപ്പോൾ ഈ കുട്ടിക്ക് 64.50% ഉണ്ട്. നമ്മുടെ മാർക്കൊന്ന് കുറച്ച് നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി അവിടെ പെർസെൻറ്റേജും കുറയും. കണ്ട, കാരണം ഇവിടെ നമ്മളൊരു ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് എന്ത് എഡിഷൻ ഇവിടെ വരുത്തിയോ ആ ഓട്ടോമാറ്റിക്കലി ആ കാൽക്കുലേഷൻ ചെയ്ത അവിടെ ചേഞ്ച് ആയിട്ട് കാണാനായിട്ട് സാധിക്കും നമുക്ക്. അപ്പോൾ ഇതാണ് പെർസെൻറ്റേജ്. രണ്ട് മെത്തേഡ് മനസ്സിലായല്ലോ. ഒരു ഇങ്ങനെ സ്കൂളിലെ മെത്തേഡും അതുപോലെ ഇങ്ങനെ റെൻറ്റ് കാൽക്കുലേഷൻ, വേറൊരു കാൽക്കുലേഷനാണ് റെൻറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് പെർസെൻറ്റേജ് കാണുന്നത് അത് ഡയറക്റ്റ് ആയിട്ടാണ്ട് അപ്ലൈ ചെയ്താൽ മതി. ഈക്വൽ ടു ആ സെൽ അഡ്രസ്സ് പറയുക, എന്നിട്ട് നമുക്ക് എത്ര പെർസെൻറ്റേജ് ആണ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് പറയാം. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പെർസെൻറ്റേജിൻ്റെ ഇന്നത്തെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.